നമസ്കാരം ശങ്കുട്ടിദാസ്. നമസ്കാരം. ഈ കേരളത്തിലൊരു മൂന്നാം മുന്നണി അധികാരത്തിൽ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് BJP തന്നെ ആകണം എന്നും ഒരു വിഭാഗം അല്ലെങ്കിൽ കുറേ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ BJP എത്ര ശ്രമിച്ചിട്ടും വോട്ടിംഗ് ഷെയറൊക്കെ കൂടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എത്ര ശ്രമിച്ചിട്ടും ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പലപ്പോഴും അണികൾക്കിടയിൽ തന്നെ BJPയുടെ അണികൾക്കിടയിൽ തന്നെ ഒരു സംസാരം ഉണ്ട്. സത്യത്തിൽ എങ്ങനെ മുന്നോട്ട് വരാതിരിക്കാം എന്നതിനെക്കുറിച്ചൊരു ഗവേഷണമാണോ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്? നോക്കൂ, കേരളത്തിലെ BJP വളരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ അണികൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ അത് വളരുന്നില്ല എന്നുള്ളതാണ്. BJP വളരുന്നില്ല എന്നുള്ളതല്ല, കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ 2004 കേരളത്തിൽ 4.72% വോട്ട് മാത്രമുള്ള പാർട്ടിയാണ് BJP. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 5% അടുത്താണ്, 5.2% സംതിങ്. 2011 തെരഞ്ഞെടുപ്പാകുമ്പോൾ BJPയുടെ വോട്ട് ശതമാനം 6%, 6.3% ആണ്. അവിടെ നിന്നാണ് BJP 2016 തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും 14.5% വോട്ടിലേക്ക് വരുന്നത്. ഓൾമോസ്റ്റ് 10% ആണ് വോട്ട് വർദ്ധിക്കുന്നത്. അത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ കയറുന്നുണ്ട്. 2014 അവിടെ ഉണ്ടാകുന്നൊരു സാഫ്രൺ സർജ് ഉണ്ട്, ആളുകൾക്ക് BJP ജയിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടായതാണ്. കേരളത്തിൽ BJP ജയിക്കാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ BJP ജയിക്കും എന്നുള്ള പ്രതീക്ഷ BJP അനുഭാവികൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് വോട്ടിംഗ് ശീലമുള്ള സംസ്ഥാനമാണ് കേരളം. പൊതുവിൽ കേരളത്തിലെ ജനങ്ങൾ ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്, ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 5 കൊല്ലം കൂടുമ്പോൾ ഇവിടെ സർക്കാരുകൾ മാറുന്നത്. കാരണം 5 കൊല്ലം ഇവിടെ LDF ഭരിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നമ്മൾ LDFനെ അത്രയും അടുത്തിട്ടുണ്ടാവും, വെറുത്തിട്ടുണ്ടാവും. അവിടുത്തെ പ്രയോറിറ്റി പിന്നെ എന്തായി, എങ്ങനെയെങ്കിലും ഇവരെ തോൽപ്പിക്കുക എന്നുള്ളതായി. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലാണ് ഇവർ തോൽക്കുക? UDFൽ വോട്ട് ചെയ്താലാണ്. അത് UDF നല്ലതായതുകൊണ്ട് UDFന് കൊടുക്കുന്ന പോസിറ്റീവ് വോട്ടല്ല. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നത് വിചാരിച്ചിട്ടല്ല, ഇവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആർക്ക് വോട്ട് കൊടുത്താലാണ് ഇവരെ തോൽപ്പിക്കാൻ പറ്റുക എന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ട് UDFനാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മൂന്നാമത്തെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാർ ധൈര്യപ്പെടില്ല, ഒരു തേർഡ് ആൾട്ടർനേറ്റീവിനെ പരീക്ഷിക്കില്ല. കാരണം എന്താ, മൂന്നാമത്തെ പാർട്ടിക്കും കൂടി നമ്മൾ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ LDFനെതിരായി നിൽക്കുന്ന ആൻറ്റി ഇൻക്യുബൻസി വോട്ട് രണ്ടായി സ്പ്ലിറ്റായിട്ട് ചിലപ്പോൾ ഇവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ എൻമാസമായിട്ട് ആൻറ്റി LDF വോട്ട് മുഴുവൻ UDFലേക്ക് പോകും. പിന്നെ എന്ത് സംഭവിക്കും? 5 കൊല്ലം UDFൻ്റെ ഭരണം ഉണ്ടാവും. അപ്പോൾ UDFനെ നമ്മൾ അത്രയും അടുക്കും, അത്രയും വെറുക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രയോറിറ്റി എന്താ, എങ്ങനെയെങ്കിലും UDFനെ തോൽപ്പിക്കുക എന്നാ. 5 കൊല്ലം മുമ്പുള്ള LDFനെ അപ്പോഴേക്കും നമ്മൾ മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ട്. 5 കൊല്ലം മുമ്പ് എന്തിനാണ് നമ്മൾ LDFനെ തോൽപ്പിച്ചത് നമ്മൾ വിട്ടുപോയി. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ വോട്ട് മുഴുവൻ LDFന് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് കേരളത്തിലൊരു തേർഡ് ആൾട്ടർനേറ്റീവ് ഒരിക്കലും വരാത്തത്. ഈ വറ ചട്ടിക്കും എരുതിക്കും ഇടയിൽ കിടന്നുകൊണ്ട് തന്നെ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക്, പിന്നെ ആ മന്ത് ഇടത്തെ കാലിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറിയിട്ടൊരു പോസിറ്റീവ് വോട്ടിംഗ് ശീലം മലയാളികൾക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് BJP വരാൻ തുടങ്ങിയത്. കാരണം BJP സാധ്യമാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. ആ സമയത്ത് കേരളത്തിലൊക്കെ ഒരു പുതിയ നേതൃത്വവും പുതിയ നിരയൊക്കെ ഉയർന്നു വന്നു. കേരളത്തിലെ BJP ജനകീയ വിഷയങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് ഇടപെടാൻ തുടങ്ങി. ചില പോക്കറ്റുകളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ശൈലി മാറിയിട്ട് ഒരു വളരെ പൊതുവിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി പറയുന്ന ഒരു വളരെ ലെജിബിൾ ആയിട്ടുള്ള വോയിസ് ആയിട്ട്, വളരെ ഓഡിബിൾ ആയിട്ടുള്ളൊരു വോയിസ് ആയിട്ട് BJP മാറി. BJPയുടെ വോട്ട് ഷെയർ വളരെയേറെ വർദ്ധിച്ചു. 2016 ആയപ്പോഴേക്കും BJPയുടെ വോട്ട് ഷെയർ 14.5% ആണ്. 2019 തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് 16% എത്തി, 16% എത്തി. ഇത്തവണ നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJPയുടെ വോട്ട് ഷെയർ, NDAയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 19.7 ആണ്. അതായത് 20% വോട്ടെത്തി. അതായത് നമ്മൾ കാണുന്ന 5 മലയാളികളിൽ ഒരാൾ ഇന്ന് BJPക്ക് വോട്ട് ചെയ്യുന്ന ആളാണ്. അത്രയും ഒരു സ്ഥാനത്തേക്ക് BJP മാറി. 38 ലക്ഷം വോട്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ NDAക്ക് കിട്ടിയത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താണ്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോക്സഭാ മണ്ഡലത്തിൽ BJP ജയിച്ചു. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടായി. ആറ്റിങ്ങലാവട്ടെ, ആലപ്പുഴയാവട്ടെ, അതേപോലെ തന്നെ തിരുവനന്തപുരം ആവട്ടെ, 3 മണ്ഡലങ്ങളിൽ ജയത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രകടനം, ജയിക്കും എന്ന അവസാന നിമിഷം വരെ ഫീലിംഗ് ഉണ്ടാക്കുന്ന മട്ടിലുള്ള പ്രകടനം നടത്തി. ഇത് വലിയൊരു മാറ്റമല്ലേ? കേരളത്തിലെ ഒരു 10 കൊല്ലം മുമ്പേ 2014 BJPക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു മുന്നേറ്റമല്ല നടത്തിയിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. 4000 വോട്ടിന് 3500 വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ BJP ആകെ തളർച്ചയിലാണ്, ആകെ പതറി നിൽക്കുകയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പാലക്കാട് വർക്ക് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് വേറെയാണ്.
അതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ല അത്. അവിടെ ആര് ജയിച്ചാലും അത് കേരളത്തിൻ്റെ പൊതുവായിട്ട് രാഷ്ട്രീയത്തെ ഏതെങ്കിലും നിലയിൽ ബാധിക്കുന്നില്ല. ഈ LDFൻ്റെയോ UDFൻ്റെയോ നിലവിലിരിക്കുന്ന ഭരണത്തെയോ പ്രതിപക്ഷ സ്ഥാനത്തെയോ ഒന്നും ബാധിക്കുന്നൊരു തെരഞ്ഞെടുപ്പല്ല. UDFൻ്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. BJP ജയിച്ചിരിക്കുന്ന മണ്ഡലം BJP തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റൊന്നുമല്ല. ശ്രീധരൻ സാറിനെ പോലെ ഒരാളെ നിർത്തിയിട്ട് 50,000 വോട്ടാണ് അവിടെ കിട്ടിയത്. അവിടെയും 3000 ചില്ലാനം വോട്ടിന് BJP പരാജയപ്പെടുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവിടെ 43,000 വോട്ടാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ 39,500 3,500 വോട്ടുകൾ കുറഞ്ഞു. വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ബാക്കി എവിടെയും തെരഞ്ഞെടുപ്പില്ല. മുഴുവൻ സംവിധാനത്തെയും പാലക്കാട് കൊണ്ടുവന്ന് നേതൃത്വമൊക്കെ നേരിട്ട് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് നമുക്ക് 43,000 വോട്ടെങ്കിലും നിലനിർത്താൻ സാധിച്ചില്ല? മുനിസിപ്പാലിറ്റി ഭാഗത്ത് നമുക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു? അതിൽ ആരൊക്കെയാണ് ഉത്തരവാദി? ഇതൊക്കെ ആലോചിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട പ്രശ്നമാണ്. പക്ഷേ അതുകൊണ്ട് കേരളത്തിലെ BJP വളരുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കേരളത്തിലെ BJP അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJP എൻ്റെ ചരിത്രത്തിൽ ഓൾ ടൈം ഹൈയിലാണ്. ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചാൽ, ഈ മുന്നേറ്റത്തിൻ്റെ ഈ തോത് അതുപോലെ നിലനിർത്താൻ സാധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയാണ് BJP. ഞാൻ പറഞ്ഞല്ലോ, 11 നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്തും 8 സ്ഥലത്ത് 2ാം സ്ഥാനത്തും ഉണ്ടല്ലോ. പക്ഷെ ആ സാധ്യതകൾ BJP എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു? ഇപ്പോൾ 2 മുനിസിപ്പാലിറ്റികളിലാണ് BJPക്ക് അധികാരമുള്ളത്, പന്തളത്തും പാലക്കാടും. പക്ഷെ പന്തളം BJPയുടെ തകർച്ചയാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. BJPയുടെ ഒരു തകർച്ച ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ കണ്ടു. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് അല്ല, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ പോലും BJPയിൽ കുറേ ആളുകൾ ഒരു പ്രതീക്ഷ വച്ചു. അവിടെ BJP നിർത്തിയ സ്ഥാനാർത്ഥിയോട് അവിടുത്തെ അണികൾക്ക് തന്നെ ഒരു എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJPയുടെ ചാനൽ ചർച്ചകളിൽ ഏറ്റവും മികച്ച മുഖമായിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്, നരേന്ദ്രമോദി വെറുപ്പിൻ്റെ നായകനാണ്, BJP ഭിന്നിപ്പിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, ഈ പാർട്ടിയിലെ നുണകൾ പറയാൻ എന്നെക്കൊണ്ട് ഈ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ സത്യത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഞാൻ ഓടിക്കയറിയത് എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഈ BJP എന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് വാര്യരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ വാക്കുകൾ കേൾക്കുന്ന, സന്ദീപ് വാര്യരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന കുറേ അണികളുണ്ട്. അത് ഈ BJP പ്രവർത്തകരായിട്ടുള്ള താഴെത്തട്ടിലുള്ള കുറേ അണികൾ. അവർ ഈ കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യരുടെ പോക്കിനെ വലിയ നിരാശയായിട്ടാണ് കാണുന്നത്. ആ നിരാശ എന്ന് പറയുന്നത് ഒരു പക്ഷേ സന്ദീപ് വാര്യർ ഓടിക്കയറിയതിലേക്കുള്ള നിരാശയല്ല, സന്ദീപിനെ പിടിച്ചു നിർത്താൻ BJPക്കായില്ല എന്നുള്ളൊരു നിരാശയാണ്. ഒരു നല്ല നേതാവിനെ ഞങ്ങളിൽ നിന്ന് എന്തിന് നേതൃത്വം അകറ്റി എന്നുള്ളൊരു നിരാശയാണ്. അതും കൂടി പാലക്കാട് പ്രതിഫലിച്ചില്ലേ? അത്തരമൊരു പ്രതിഫലനം ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ പോയപ്പോൾ സന്ദീപ് വാര്യർ BJPയിലെ കുറേ ആളുകളുടെ മനസ്സുകൂടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയതെന്നാണ് പാലക്കാട് നഗരസഭയിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ പോളിംഗ് ശതമാനം വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് എന്ത് അല്ലെങ്കിൽ എങ്ങനെ അതിനെ എടുക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്? നോക്കൂ, സന്ദീപ് വാര്യർ പോകുമ്പോൾ കുറേ BJPക്കാരുടെ മനസ്സും കൊണ്ടാണ് പോയത് എന്ന് ധന്യ പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPക്കാരുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലതുകൊണ്ടാണ്. കേരളത്തിലെ BJPയുടെ മനസ്സ് ഒരിക്കലും കോൺഗ്രസിലേക്കോ ഇടതുപക്ഷത്തിലേക്കോ പോവില്ല. സന്ദീപ് വാര്യർ BJPയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അണികളും അനുഭാവികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ സന്ദീപ് എന്ന് BJP കൈയൊഴിയാതെ സന്ദീപ് BJPയിലേക്ക് പോയില്ലേ? കേരളത്തിലെ BJPക്കാരനായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയില്ലേ? സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ലേ പോകുന്നത്, അല്ലാതെ അദ്ദേഹത്തിന് കൂടെ അണികളായിട്ട് ധാരാളം ആളുകൾ ഒഴുകി പോയിട്ടുണ്ടോ? പോകുമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഒരാളെങ്കിലും കൂടെ പോയില്ല. അത് പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സന്ദീപിനെതിരെ ചില നീക്കങ്ങളൊക്കെ അല്ലെങ്കിൽ അണികളുടെ ഭാഗത്ത് നിന്ന് അത്തരം ചില കാര്യങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോകണ്ട എന്നുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അതായത് തൽക്കാലം പോകണ്ട, കുറച്ചായിട്ട് പോകാന്ന് വിചാരിച്ചാൽ കാത്തു നിൽക്കാനാണോ? അങ്ങനെയൊന്നും അല്ലാതെ നോക്കൂ, ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ആശയപരമായിട്ടുള്ള അടിത്തറയിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഒരാളൊരു BJPക്കാരനാവുന്നത്, ഒരു സംഘപരിവാറുകാരനാവുന്നത് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ടാണ്. അതെന്തെങ്കിലും സ്ഥാനത്തിനോ മാനത്തിനോ വേണ്ടി ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. വേദിയിൽ ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അവഗണന നേരിട്ടു എന്ന് പറഞ്ഞിട്ടോ ഒരാൾക്ക് അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെയും ആശയത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രത്യയശാസ്ത്രത്തോട് എന്ത് പ്രതിബദ്ധത നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കസേര കൊടുക്കാതിരിക്കുന്നത് തെറ്റല്ലേ? ഒരാൾ ഒരു പ്രചാരണ ചുമതല ഏറ്റെടുക്കുന്ന ഒരാളെ തള്ളിക്കളയുന്ന ഒരു സമീപനമല്ലേ സംസ്ഥാന നേതൃത്വം? പ്രത്യേകിച്ച് പൊതുവെ സന്ദീപ് വാര്യരോട് സംസ്ഥാന നേതൃത്വത്തിന് ഒരു താല്പര്യമില്ലായ്മ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ
വിവരങ്ങൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്ദീപിനെ മനഃപൂർവ്വം അവഗണിക്കാൻ വേണ്ടി പാർട്ടി എടുത്ത ഒരു നിലപാടായിരുന്നില്ല ആ കസേര കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. സത്യത്തിൽ സന്ദീപ് പാർട്ടിയിലെ ഒരു ഒറ്റുകാരനായിരുന്നു എന്ന് ശങ്കുട്ടി ദാസ് വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, സന്ദീപ് വാര്യരോട് BJP നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ, അനിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആ അനിഷ്ടം ശരിയായിരുന്നു എന്നാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഇപ്പോൾ തെളിയിച്ചത്. അതായത് ഞാൻ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 30 ദിവസം പാലക്കാട് ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ ഈ പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വേദികളിലും ഞാനും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കസേരയിൽ ഇരുന്നിട്ടില്ല കേട്ടോ, ഞാൻ താഴത്ത് അണികൾക്കിടയിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു കസേര ഒരു വലിയ പ്രശ്നമായി തോന്നുന്ന മാനസിക അവസ്ഥയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാളുടെ ആശയത്തോടുള്ള പ്രതിബദ്ധത പോയി, അയാൾക്ക് സ്ഥാനത്തിനോട് കൂടുതൽ താല്പര്യം വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഒരു വേദിയിലെ കസേര നിശ്ചയിക്കപ്പെടുന്നതിന് BJP പോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡം, ഒരു വ്യവസ്ഥയുണ്ട്. അന്ന് അവിടെ നിശ്ചയിക്കപ്പെട്ടിരുന്ന വ്യവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ചുമതലയുള്ള ആളുകളും മുനിസിപ്പാലിറ്റിയുടെ ചുമതലയുള്ള ആളുകളും ജില്ലാ ചുമതലയിലുള്ള ആളുകളും അവിടെ വേദിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ BJPയുടെ പാർട്ടി ചുമതലയിലുള്ള ആളല്ല, സംസ്ഥാന സമിതി അംഗം മാത്രമാണ്, സംസ്ഥാന വക്താവല്ല. അദ്ദേഹത്തെ വക്താവ് സ്ഥാനത്ത് നീക്കിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന വക്താക്കളായിട്ടുള്ള എത്രയോ ആളുകൾ താഴത്തെ അണികളുടെ ഒപ്പമാണ് ഇരുന്നത്. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ശ്രീപത്മനാഭൻ ഇരുന്നിരുന്നത്. ശ്രീപത്മനാഭൻ പാർട്ടിയിലെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്, സംസ്ഥാന വക്താവാണ്. നാരായണൻ നമ്പൂരി പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ശ്രീ നാരായണൻ നമ്പൂരി. നാരായണൻ നമ്പൂരി അന്ന് സ്റ്റേജിലല്ല ഇരുന്നിട്ടുള്ളത്, അദ്ദേഹം അന്ന് താഴത്ത് അണികൾക്കൊപ്പമാണ് ഇരുന്നിട്ടുള്ളത്. അങ്ങനെ എത്രയോ മുതിർന്ന നേതാക്കന്മാർ തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനം ഏതാണ്, സീറ്റ് ഏതാണെന്ന് നോക്കിയിട്ടല്ല, അവിടെ ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന ആൾ കസേരയിലിരിക്കണം, ഇന്ന ആൾ പ്രസംഗിക്കണം, ഇന്ന ആൾ പുറത്ത് ഡോറിൻ്റെ അവിടെ നിൽക്കണം, ഇന്ന ആളുകൾ വരുമ്പോൾ സ്വീകരിക്കണം. ഇതൊരു അച്ചടക്കമാണ്. ആ വ്യവസ്ഥ പ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അതല്ലാതെ അന്ന് എനിക്ക് അവിടെ വേദിയിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ടേ എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ പ്രശ്നം ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? സന്ദീപ് പറയുന്നു BJP വെറുപ്പിൻ്റെ ഫാക്ടറിയാണ്, ആളുകളെ വെറുക്കാൻ പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണിത്, ഇത് ആളുകളെ തമ്മിലടിപ്പിക്കുകയാണ് ഇത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മുതലാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി തുടങ്ങിയത്? അതായത് സന്ദീപ് വാര്യർ ഉള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. സന്ദീപ് വാര്യർക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ 41 വയസ്സുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം 2012-13 കാലം മുതൽക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് സംഘപരിവാർ ആശയങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാനും ആ സമയത്ത് സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. സന്ദീപ് വാര്യർ 2017-18 കാലഘട്ടങ്ങളിലാണ് യുവമോർച്ചയുടെ ചുമതലയിൽ വരുന്നത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന വക്താവായിട്ട് വരുന്നത് 2019-ലാണ്. 2024 വരെ അദ്ദേഹം ഈ പാർട്ടിയിലുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു 30 വയസ്സ് മുതൽ 41 വയസ്സ് വരെ പ്രൈം യൂത്തിൽ ഒരാൾക്ക് ശരി തെറ്റുകളൊക്കെ മനസ്സിലാവുന്ന ഒരാളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുന്ന ഒരു ബോധമുള്ള പ്രായത്തിൽ അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്തിട്ടുള്ളൊരു മാർഗം, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് വരെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ലാത്തൊരു മാർഗം. സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയ നവംബർ 3 പോലും അദ്ദേഹം BJPക്കെതിരെയല്ല സംസാരിക്കുന്നത്. അന്ന് അദ്ദേഹം പറയുന്നത് എന്താ, BJP പാലക്കാട് ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, കൃഷ്ണകുമാറിന് വിജയാശംസകൾ, പക്ഷേ എനിക്ക് വ്യക്തിപരമായ ചില വിഷമങ്ങളുണ്ട്. എന്താണ് വിഷമം? അമ്മ മരിച്ചപ്പോൾ കൃഷ്ണകുമാർ എൻ്റെ വീട്ടിൽ വന്നില്ല, പാർട്ടിയുടെ പേരിൽ ഒരു റീത്ത് വെച്ചില്ല. വ്യക്തിഗതമായിട്ടുള്ളൊരു പ്രശ്നമാണ് പറഞ്ഞത്, അല്ലാണ്ട് ആശയപരമായിട്ടുള്ളൊരു പ്രശ്നമല്ല. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ശരിയല്ല എന്നല്ല, BJPയുടെ നേതൃത്വം ശരിയല്ല എന്നുള്ളതല്ല, കൃഷ്ണകുമാറിനെതിരെ വ്യക്തിപരമായിട്ടുള്ളൊരു പരാമർശമാണ് നടത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, കെ സുരേന്ദ്രൻ എന്നെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ, കൃഷ്ണകുമാറും പാലക്കാടുള്ള കൃഷ്ണകുമാറിൻ്റെ കുറേ ആൾക്കാരും പാലക്കാടിലെ പാർട്ടീനെ വരുതിയിലാക്കിയിരിക്കുകയാണ്, ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഇയാൾ മാത്രം മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ വിരോധം ആരോടായിരുന്നു? സംഘടനയോടല്ല, നേതൃത്വത്തിനോടല്ല, പാർട്ടിയോടല്ല, ആശയത്തിനോടല്ല, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയോടാണ്. പിന്നീട് അദ്ദേഹത്തെ മറ്റു പാർട്ടിക്കാർ ബന്ധപ്പെടുന്നു, പലതരത്തിലുള്ള ഓഫറുകൾ കൊടുക്കുന്നു. അതിൽ കൊള്ളാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓഫർ അദ്ദേഹം സ്വീകരിക്കുന്നു, അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു. അന്ന് പെട്ടെന്ന് അദ്ദേഹം പറയാണ്, എൻ്റെ എതിർപ്പ് കൃഷ്ണകുമാറിനോടല്ല, എൻ്റെ എതിർപ്പ് BJP എന്ന് പറയുന്ന ആശയത്തോട് തന്നെയാണ്, നരേന്ദ്രമോദിയോടാണ്, നരേന്ദ്രമോദി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നേതാവാണ്, സംഘപരിവാർ എന്ന് പറയുന്ന വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ സംഘപരിവാറിന് വേണ്ടി സ്ഥലം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അവസാനം ഇപ്പോൾ പറഞ്ഞത് എഴുതി കൊടുത്തിട്ടില്ല, ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെയാണ്, പക്ഷേ എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം വരെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ, ഒരു പ്രസ്ഥാനത്തെ ഒരു ദിവസം അയാൾക്ക് തള്ളി പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നത് ശരിയാവണമെന്നില്ല. ഇത് തൽക്കാലം കോൺഗ്രസ് പോലൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിം ലീഗുമായിട്ട് സഖ്യത്തിലിരിക്കുന്ന ഒരു മുന്നണിയിലേക്ക് പോകുമ്പോൾ സംഘപരിവാറിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ആ ആദർശം പൂർണ്ണമായി തള്ളി
പറഞ്ഞ് അവരെയൊക്കെ കുറ്റം പറഞ്ഞാൽ മാത്രമേ ഇവിടെ സ്വീകാര്യത കിട്ടുള്ളൂ, അല്ലെങ്കിൽ തന്നെ അവർ സംശയത്തോടുകൂടി കാണും എന്ന് ചിന്തിച്ചിട്ട് ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആത്മവഞ്ചന നടത്തുന്നത് പോലെ ഇവരെ തള്ളി പറയുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഈ ആദർശത്തിനോട് അത്രയും മതിപ്പുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് അതിൽ നിന്നിരുന്നത്. തനിക്കത് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അതിനെ തള്ളി പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയില്ലെന്ന് കാണിച്ചു. അപ്പോൾ സന്ദീപ് തൻ്റെ ക്യാരക്ടറിൻ്റെ ശക്തി എന്താണെന്ന് പുറത്ത് കാണിച്ചു കഴിഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിന് അണികളില്ലാണ്ടായി. ഞാൻ പറയുന്നു, സന്ദീപ് ബി ജെ പിക്കാരനായി നിന്ന് ബി ജെ പിക്ക് എതിരെ സംസാരിച്ചിരുന്നെങ്കിൽ പോലും, ബി ജെ പിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നേതൃത്വത്തെ എതിർത്തിരുന്നെങ്കിൽ പോലും സന്ദീപിന് ഒരുപക്ഷെ പിന്തുണ ഉണ്ടാവുമായിരിക്കും. കാരണം ബി ജെ പി അണികൾ എന്ന് പറയുന്നത് വ്യക്തികളെക്കാൾ ഉപരിയായിട്ട് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഈ പറയുന്നത് പോലെ പാർട്ടിയിൽ ഇങ്ങനെ ഒരാളെ മനഃപൂർവ്വം ഒതുക്കാനോ അവഗണിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അതിനുവേണ്ടി നേതൃത്വത്തെ വിമർശിക്കാനും മടിയൊന്നുമില്ലാത്തവരാ. പക്ഷേ സന്ദീപ് ഈ പാർട്ടി വിട്ടുപോയി മറ്റൊരു പാർട്ടിയിൽ ചേർന്ന് ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ നിമിഷത്തിൽ എല്ലാ ബി ജെ പി അണികളും അദ്ദേഹത്തെയും ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഒരാൾ പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സന്ദീപ് നവംബർ 3 ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി. ആ പോസ്റ്റിന് 25,000-ഓളം ലൈക്ക് ഉണ്ട്. അതിലെ കമൻറ്റുകൾ മുഴുവൻ നിങ്ങൾ വായിക്കൂ. സന്ദീപ് പോകരുത് എന്നാവശ്യപ്പെടുന്നതാണ്. എന്നാൽ അതിനുശേഷം സന്ദീപ് പാർട്ടിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു ബി ജെ പി അനുഭാവി അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ പോസ്റ്റുകളിലും എല്ലാ കമൻറ്റുകളും സന്ദീപിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. സന്ദീപിൻ്റെ ഒറ്റുകാരനാണ്, സന്ദീപ് ചതിയനാണ്, സന്ദീപ് വർഗ്ഗവഞ്ചകനാണ്, സന്ദീപ് വിശ്വാസഘാതകനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നേരെ തിരിച്ച് ഇത്രയും കാലം സന്ദീപിനെ എതിർത്തിരുന്ന, സന്ദീപിനെ വിമർശിച്ചിരുന്ന ചില ആളുകൾ വളരെ പെട്ടെന്ന് സന്ദീപിനോട് വളരെ സ്നേഹത്തോടു കൂടി വളരെ വാത്സല്യത്തോടു കൂടി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സന്ദീപ് ഓരോ ദിവസവും ചെയ്യുന്ന എന്താണ്? അദ്ദേഹം പാണക്കാട്ടേക്ക് പോകുന്നു, അദ്ദേഹം ജിഫ്രി കോയ തങ്ങളെ പോയി കാണുന്നു. അദ്ദേഹം ഇത്രയും കാലം ആർക്കെതിരെയൊക്കെയാണോ പറഞ്ഞത്, ഒരു ബി ജെ പിക്കാരൻ പോലും പറഞ്ഞിട്ടില്ലാത്ത അത്രയും വർഗീയത, ഒരു ബി ജെ പി നേതാവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത കടുത്ത ഭാഷയിലുള്ള വർഗീയതയൊക്കെ ഫേസ്ബുക്കിൽ നിർലോഭമായിട്ട് എഴുതിയിരുന്ന ആളാണ് സന്ദീപ്. സന്ദീപിന് അറിയാം ഇപ്പോൾ അതൊക്കെ അദ്ദേഹത്തിനെതിരെ തിരിച്ചടിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് കശ്മീരിലുള്ള മനുഷ്യന്മാരെ മുഴുവൻ കഴുത്തിൽ ടയർ വെച്ച് കത്തിച്ചിട്ട് ജീനോസൈഡ് നടത്തണം, ജീനോസൈഡ് ഈസ് ദി ഓൺലി സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് അത് വ്യാജ പോസ്റ്റാണ് എന്ന്. അദ്ദേഹം മറ്റേ പാലക്കാട്ടിലെ ആന, ഗർഭിണിയായിട്ടുള്ള ആന പടക്കം പൊട്ടിയപ്പോൾ അത് മലപ്പുറത്തെ ആനയാണ് എന്ന് പറയുകയും അത് പിന്നീട് പാലക്കാടാണെന്ന് തെളിഞ്ഞതിന് ശേഷം തള്ളി പറയാൻ തയ്യാറാവാതിരുന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ നിരന്തരമായിട്ടൊരു വിഭാഗത്തിൻ്റെ ഇന്ന് പുലഭ്യം കേട്ടിരുന്ന, വളരെ അസഭ്യമായിട്ടുള്ള തെറിവിളി കമൻറ്റുകൾ നിരന്തരം കേട്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഓരോരുത്തരോടും തെരഞ്ഞെടുത്ത് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാറിയ മനുഷ്യനാണെന്ന് അവസാനത്തെ ആളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ സ്വന്തം വില കളഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ നിരാശയായി തോന്നുന്നു. എനിക്ക് ഇങ്ങനെ പാർട്ടിയിൽ ഒറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തിന്റെ പ്രശ്നമല്ലല്ലോ, നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു വസ്തുതയല്ലേ അത്. സന്ദീപ് വാര്യർ പുറത്തിറങ്ങി ബി ജെ പിയെയും അതിൻ്റെ നേതൃത്വത്തെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും സംഘം എന്ന് പറയുന്ന ആദർശത്തെയും തള്ളി പറഞ്ഞ നിമിഷത്തിൽ എന്തിനു വേണ്ടിയിട്ട്? ഒരാശയപരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നില്ലല്ലോ. സന്ദീപിൻ്റെ പ്രശ്നം എന്തായിരുന്നു? സന്ദീപിന് പാലക്കാട് സീറ്റ് കിട്ടിയില്ല, സന്ദീപിന് കൺവെൻഷനിൽ വേദിയിൽ ഇരിപ്പിടം കിട്ടിയില്ല, സന്ദീപിന് പാർട്ടിയിൽ അർഹിക്കുന്ന വളർച്ച കിട്ടുന്നില്ല. എനിക്ക് വലുതാവണം, എനിക്ക് വളരണം എന്ന ചിന്ത ഒരാളുടെ ആദർശത്തെക്കാൾ വലുതാവുമ്പോൾ അയാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ അനർഹനായി കഴിഞ്ഞു. അതോടുകൂടി അയാൾ അയോഗ്യനായി കഴിഞ്ഞു. തനിക്ക് വളരണം എന്ന് തോന്നുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയാൽ അവിടെയും സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ കോൺഗ്രസിനും ഇത്തരത്തിൽ ആശയപരമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? അതെനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് അങ്ങനെ ഒരു ആദർശം ഒന്നുള്ളൊരു പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ലല്ലോ. കോൺഗ്രസ് എന്താണ്? കോൺഗ്രസ് ഈ പറയുന്ന സ്ഥാനമാനങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസരവാദികളുടെ ഒരു കൂട്ടായ്മയാണ്. അതൊരാൾക്കൂട്ടം മാത്രമാണ്, അല്ലാണ്ട് കോൺഗ്രസിനെ നയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ട് തോന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ബി ജെ പിക്ക് ഹിന്ദുത്വം എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രത്യയശാസ്ത്രമുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായത് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ സമയത്ത് എല്ലാ ദേശീയവാദികൾക്കും ഒന്നിച്ച് നിന്ന് സ്വാതന്ത്ര്യം മേടിച്ചെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ്. സ്വാതന്ത്ര്യലബ്ധിയോട് കൂടിയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ആവശ്യകത അവസാനിച്ചു. ഗാന്ധി പോലും കോൺഗ്രസ് പാർട്ടി ഇനി പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ്. പിന്നീട് അതിനുശേഷം ചില ആളുകളുടെ അധികാര താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നത്. അല്ലാണ്ട് കോൺഗ്രസിന് ഒരു ഗൈഡിങ് ഫിലോസഫിയോ ഒരു ആദർശമോ ഒരു തത്വശാസ്ത്രമോ ഒന്നുമില്ല. അതിലുള്ള എല്ലാ ആൾക്കാരും തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. ആ കൂട്ടത്തിൽ ഒരാൾ കൂടി കോൺഗ്രസിൻ്റെ ഈ പറയുന്ന സ്ഥാനമോഹികളുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി അവിടെ ഈ പ്രയോഗം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഉണ്ടല്ലോ, ഈ ഒരു വിഭാഗത്തിനിടയിൽ അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് ആർക്കും ഇല്ല എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവിടെ സന്ദീപിനെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഫിറ്റ് ആവുന്നൊരു പാർട്ടിയാണത്. അദ്ദേഹത്തിന് ഈ പറയുന്ന മാനസികാവസ്ഥയ്ക്ക് ഏറ്റവും യോജിക്കുന്ന, കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന, അദ്ദേഹത്തിന് സമാന മനസ്കരായിട്ടുള്ള ആളുകളുടെ സൗഹൃദവും സാമീപ്യമൊക്കെ ധാരാളം കിട്ടുന്നൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം അവിടെ നന്നായി ശോഭിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒന്ന്, പന്തളത്തെ കാര്യം ഞാൻ ചോദിച്ചു, അതിന് ശങ്കുട്ടി ദാസ് മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം,
കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം, അത് പല ഈ BJPയിലെ തന്നെ പല ആളുകളോടും സംസാരിച്ചപ്പോൾ അവരൊരു പ്രശ്നം പറഞ്ഞാൽ അത് കൃത്യമായി പരിഹരിക്കാൻ നേതൃത്വം ഇടപെടുന്നില്ല. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ജനകീയ വിഷയമായി പല കാര്യങ്ങളും കൊണ്ടെത്തിക്കുമ്പോൾ അതിൽ കൃത്യമായി നേതൃത്വം ഇടപെടുന്നില്ല എന്നുള്ള ഒരു പല അഭിപ്രായങ്ങൾ ഈ അണികളുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്നു. അപ്പോൾ സുരേന്ദ്രനെ മാറ്റണമെന്നൊരു വിഭാഗം അണികൾക്ക് മാറ്റാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ പന്തളത്ത് തന്നെ കൃത്യമായി നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലില്ലായ്മയുണ്ട് എന്ന് അവിടുത്തെ തന്നെ പല BJPക്കാരായ ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ ഈ നേതൃമാറ്റം അത് തന്നെയാണ് ഈ പാർട്ടി എവിടെയെങ്കിലും ഒന്ന് തളരാൻ, ഇപ്പോൾ പറയുന്നത് പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ BJPക്ക് തഴച്ചു വളരാൻ കഴിയുന്ന ഒരു മണ്ണ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് കൃത്യമായി വളമിട്ട് അതിനെ കൃത്യമായി വെള്ളമൊഴിച്ച് കൃത്യമായി വളർത്തിക്കൊണ്ടുവരാൻ ഒരു നേതൃത്വമില്ല എന്നുള്ളത് ശരിയാണോ? അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അത് ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഒക്കെ കൂടി വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തുള്ളൊരു പ്രതീതിയാണത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പാർട്ടി കേഡർമാർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തന്നെയല്ല, ഒന്നാമത് BJPയുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ചുകൊണ്ട് അങ്ങനെയല്ല ഒരു നേതൃമാറ്റം ഉണ്ടാവുക. ഇപ്പോൾ BJPയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. സംഘടനാ പർവ്വം എന്ന് പറയുന്ന ഒരു എക്സർസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ ആകുമ്പോഴേക്കും ജില്ലാ പ്രസിഡന്റുമാർ വരെയുള്ള ആളുകളെല്ലാം മാറും. അതിനുശേഷം സംസ്ഥാന സമിതി തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സംസ്ഥാന സമിതി മാറും. ഒരുപക്ഷെ പുതിയ പ്രസിഡന്റ് വന്നേക്കാം, അതല്ലെങ്കിൽ ഈ നിലനിൽക്കുന്ന പ്രസിഡന്റിന് തന്നെ 2026 വരെ എക്സ്റ്റൻഷൻ കിട്ടിയേക്കാം. കാരണം ഇപ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് വന്നാലൊരു പ്രതിസന്ധി നിങ്ങൾ മനസ്സിലാക്കണം. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. പുതിയൊരു പ്രസിഡന്റ് മാർച്ചിൽ അധികാരത്തിലേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേവലം 3 മാസത്തെ സമയം മാത്രമാണ് കിട്ടുക ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ. ആ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പ്രസിഡന്റ് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വെറും 3 മാസത്തെ സമയത്തിൽ മാത്രം തീരെ അൺപ്രിപ്പയർഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല അടുത്ത വർഷം 2026 ആകുമ്പോഴേക്കും വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പാർട്ടിയെ സജ്ജമാക്കാൻ ഉള്ള ഒരു സമയം ഒരു പുതിയ ആൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നിലവിലെ പ്രസിഡന്റ് തന്നെ കുറച്ചുകൂടി കാലം എക്സ്റ്റൻഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ടേമിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. BJPയിൽ 3 വർഷമാണ് ഒരു പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ ചുമതല. അദ്ദേഹം 2020 ആയത്. 2023 അദ്ദേഹം ടേം പൂർത്തീകരിച്ചു, സെക്കൻഡ് ടേം കിട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ടേം 2026 വരെയുണ്ട്. സ്വാഭാവികമായിട്ട് 2026 വരെ തുടരാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിലെ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ രാജിവെക്കുകയോ സ്ഥാനമൊഴിയുകയോ ചെയ്യുന്ന കീഴ്വഴക്കം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെയല്ല ഈ പാർട്ടിയിലെ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഒരു BJP പ്രസിഡന്റിന് സ്വന്തം രീതിയിൽ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ പോലും സാധിക്കില്ല. അദ്ദേഹത്തിന് സ്ഥാനം മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും കേന്ദ്ര നേതൃത്വം അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയിട്ട് അവരാണ് ആ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ മാറൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്ക് മാറാൻ പറ്റുള്ളൂ. നിങ്ങൾ മാറരുത് എന്നാണ് പറയുന്നതെങ്കിൽ മാറാതിരിക്കുക എന്നുള്ളതാണ് അതിലത്തെ അച്ചടക്കം. അങ്ങനെയാണ് ഈ പാർട്ടിയിലെ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അത് അറിയുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കെ സുരേന്ദ്രൻ മാറുക എന്ന് പറയുന്ന ഒരു ആവശ്യം കേരളത്തിലെ BJPക്കുള്ളിലെങ്കിലും ഇല്ല. സംസ്ഥാന നേതൃയോഗത്തിൽ അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഭാരവാഹി യോഗത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ ഏതെങ്കിലും ഘടകം, ഈ പറയുന്ന ജില്ലാ ഘടകമോ അല്ലെങ്കിൽ മണ്ഡലം സംവിധാനത്തിലോ പഞ്ചായത്ത് സംവിധാനത്തിലോ എങ്കിലും കെ സുരേന്ദ്രനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് മാറണമെന്ന് പറയുന്നത് ആരാണ്? പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിക്കാത്ത, പാർട്ടിയുടെ കാര്യകർത്താക്കളൊന്നും അല്ലാത്ത സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായം പറയുന്ന ചില ആളുകൾ, ചില മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങൾ ഇത് വളരെ വളരെ ശക്തമായിട്ട് കെ സുരേന്ദ്രനെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ BJPക്കെതിരെ വളരെ കൃത്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ. പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷിയെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ PR ചെയ്തിരുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങളാണ്. മനഃപൂർവ്വം BJPയിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തടത്ത് സ്വന്തമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അങ്ങനെ വാർത്തകൾ നിർമ്മിക്കാനും വരെയുള്ള വളരെ ഹീനമായിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. പാർട്ടി പ്രസിഡന്റിനെതിരെയും പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും അവർ തന്നെ പോസ്റ്റർ എഴുതിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിച്ചിട്ട് അവർ തന്നെ അവരുടെ ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് അവരത് വാർത്തയായി കൊടുക്കുന്ന രീതി നമ്മൾ കണ്ടു. പച്ചക്കള്ളം പറഞ്ഞിട്ട് പാർട്ടി നേതാക്കളിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രതികരണങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടു. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ പ്രിയ ഇളവള്ളി മഠം എന്ന് പറയുന്ന ആ വനിത അവർ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സണോട്
ചെയർപേഴ്സണോട് പോയി ചോദിക്കുന്നത് പാലക്കാട് തോൽവിയുടെ ഉത്തരവാദിത്തം മുനിസിപ്പൽ ചെയർപേഴ്സണും 28 കൗൺസിലർമാർക്കുമാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സമിതി കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാര്യത്തിൽ എന്താ നിങ്ങളുടെ പ്രതികരണം എന്നാ? അങ്ങനെ ഒരു പരാതിയില്ല. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് ഈ പറയുന്ന 28 കൗൺസിലർമാരെയോ ചെയർപേഴ്സൻ്റെയോ പേര് പറഞ്ഞൊരു പരാതിയെ കൊടുത്തിട്ടില്ല. ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്തിനാ? സ്വാഭാവികമായിട്ട് അവർ പ്രകോപിതയാവും. അവർക്കാണ് ഉത്തരവാദിത്തം എന്ന് തെറ്റായിട്ട് ആരോപിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും പറയും, അത് പറഞ്ഞാൽ അത് വാർത്ത. എന്നിട്ട് അതെടുത്തിട്ട് ചെയർപേഴ്സൺ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പണ്ട് പോയിട്ട് കെ സുരേന്ദ്രനോട് ചോദ്യം ചോദിക്കുന്നു. ഇങ്ങനെ മനഃപൂർവ്വം വ്യാജമായിട്ട് വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത് ബി ജെ പിയിൽ എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുകയാണ്, ബി ജെ പിക്കുള്ളിൽ ഭയങ്കര കലാപമാണ്, ബി ജെ പി ഇതാ തല്ലി പിരിയാനുള്ള വക്കിലാണ്. ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പി കേഡർമാരെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അണികൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ബി ജെ പി അണികൾക്കിടയിൽ വലിയൊരു ആത്മവിശ്വാസവും വലിയൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ 38 ലക്ഷം വോട്ടുള്ള ഒരു സംവിധാനമായി നമ്മൾ മാറി. 20% വോട്ട് നമുക്കുണ്ട്. 11 നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്താണ്, 8 നിയമസഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്താണ്. നമ്മൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ പോകുന്നൊരു വീര്യം, ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം അത് ബി ജെ പി അണികൾക്കിടയിലുണ്ട്. ആ ധൈര്യത്തെ തകർക്കാൻ, അവരുടെ ആത്മവിശ്വാസം കെടുത്താൻ, അവർക്ക് കൺഫ്യൂഷൻ സൃഷ്ടിച്ചിട്ട് അവരെ ഡിമോറലൈസ് ചെയ്തിട്ട് പാർട്ടിയുടെ കേഡറിനെ നിർജ്ജീവമാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ശ്രമമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വെറുതെ നടത്തുന്നതല്ല, അത് കൃത്യമായിട്ട് ഫണ്ട് മേടിച്ചിട്ട് ചില പാർട്ടിയിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ പൈസയ്ക്കുള്ള കൊട്ടേഷൻ പണിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമ ധാർമ്മികതയെ പറ്റിയിട്ടോ നൈതികതയെ പറ്റിയിട്ടോ ഒന്നും പറയാൻ യാതൊരു അവകാശവും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താ, കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. കാശ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കള്ളവാർത്ത ഉണ്ടാക്കി കൊടുക്കുന്ന ഹീനമായിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു വലിയ ക്യാമ്പയിനാണ്. ഒരു പക്ഷേ പല ആളുകളും സത്യമാണെന്ന് ധരിക്കുന്നു. അല്ലാതെ പാർട്ടിക്കുള്ളിൽ ആ രീതിയിൽ പ്രസിഡന്റിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വികാരം നിലനിൽക്കുന്നില്ല. അതിൽ അദ്ദേഹം ഡയറക്റ്റ്ലി ലീഡ് ചെയ്തിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പാലക്കാടൊക്കെ അദ്ദേഹം പന്തളത്തും അത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ നേതൃത്വം? പന്തളത്തെ വിഷയവുമായി ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ആ കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ ഞാൻ അൺക്വാളിഫൈഡ് ആണ്. കാരണം എനിക്ക് ആ വിഷയം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് ചുമതലയുള്ള മേഖലയിലല്ലേ ഞാൻ പ്രവർത്തിക്കേണ്ട ആവശ്യമുള്ളൂ. പന്തളത്തെ വിഷയം പാർട്ടിയുടെ നേതൃത്വം കൈകാര്യം ചെയ്യുന്നുണ്ടാവും. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് പ്രാദേശിക വിഷയങ്ങളാണ് ഇവിടെ എല്ലാ വിഷയങ്ങളായിട്ട് വരാറുള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാം, അടുത്ത കൊല്ലം വീണ്ടും തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ സമയത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉടലെടുക്കുന്നതാണ്. അതിനെല്ലാം യുക്തമായിട്ട് പാർട്ടി കൈകാര്യം ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ കാര്യത്തെ പറ്റി എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ലാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കാത്തത്. പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊന്നും അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ശരിയാണ്, മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് വോട്ട് കിട്ടേണ്ട പല സ്ഥലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിരന്തരമായി നടന്നിരുന്ന പ്രചരണം ബി ജെ പിക്കുള്ളിൽ ഭയങ്കര പ്രശ്നമാണ്. സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി പലരും സന്ദീപ് വാര്യർ പോകുമ്പോൾ കൂടെ 10 കൗൺസിലർമാരെയും കൊണ്ടാണ് പോകാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്താണ്, മറ്റേ കൃഷ്ണകുമാറിനെതിരെ വലിയ ജനവികാരമുണ്ട്. ബി ജെ പിക്കുള്ളിൽ ആകെ ആശയപരമായിട്ടുള്ള പ്രതിസന്ധി നിൽക്കുകയാണ്. ഇത് നിരന്തരമായി കേൾക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അവർ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെ നിർമ്മിച്ചെടുത്തത് ഇവിടുത്തെ മാധ്യമങ്ങളും ഈ ബി ജെ പി വിരുദ്ധമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റവും കൂടി വളരെ സംഘടിതമായി ചെയ്തതാണ്. പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംഘടനാ ശേഷി പാർട്ടി ആർജിച്ചിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിനെ കൂടി മറികടക്കാനുള്ള സംവിധാനം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. മാധ്യമങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊരു ഭാഗത്ത് നിന്നിട്ടും 12 കൊല്ലം നിരന്തരമായിട്ട് വേട്ടയാടിയിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി ഈ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണല്ലോ അത് കാണിക്കുന്നത്. 2002 മുതൽ 2014 വരെ വിച്ച് ഹണ്ടിങ്ങല്ലേ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയിരുന്നു. ഓരോ ദിവസവും നരേന്ദ്രമോദി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ട് ഇവരുടെ ചോരയാണ് കുടിക്കുന്നത്, ഇവരുടെ മാംസമാണ് ഭക്ഷിക്കുന്നത്, നരാധമ റൗഡിയാണ്, ഭീകരനാണ്, മൗത്ത് കി സോദാഗർ, മരണത്തിൻ്റെ വ്യാപാരി, എന്തൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ മാധ്യമങ്ങളെയല്ലല്ലോ നരേന്ദ്രമോദിയല്ലേ വിശ്വസിച്ചത്. അതുകൊണ്ടല്ലേ 2014 അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇവരൊക്കെ സംഘടിതമായി ശ്രമിച്ചാലും ഈ സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം അതിജീവിക്കാനുള്ള ശേഷി ഈ സംവിധാനത്തിനുണ്ട്. അത് വേറെ വൈകാതെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.